പ്രിയമുള്ളവരെ നമസ്കാരം. 1905 അഭിനേന്ദ്രനാഥ ടാഗോർ എന്ന ഇന്ത്യൻ ചിത്രകാരൻ ഭാരതമാതാവിൻ്റെ ചിത്രം വരച്ചു. ഭാരതമാതാവിൻ്റെ ചിത്രരചന നടത്തിയ അഭിനേന്ദ്രനാഥ ടാഗോർ 1905 അത് വരയ്ക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് കാവി നിറമായിരുന്നു നൽകിയിരുന്നത്. 1905 ആ ചിത്രരചന നടക്കുമ്പോൾ കാവി നിറം കൊടുത്തു എങ്കിലും RSS എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടത് വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഗവർണർ ഭാരതമാതാവിൻ്റെ ചിത്രം വച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുകയാണ്. ഒരു വിഭാഗം മാർക്സിസ്റ്റ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആരോപിക്കുന്നത് RSSന്റെ ഭാരതമാതാവിനെ പ്രദർശിപ്പിച്ചു എന്നാണ്. RSSന്റെ ഭാരതമാതാവ് എന്ന് പറയുവാൻ എന്താ കാരണം? RSSന്റെ ഭാരതമാതാവ് എന്ന് ഇക്കൂട്ടർ കണ്ടെത്തിയത് കയ്യിൽ കാവി പതാകയുണ്ട് എന്നുള്ളതാണ്. കയ്യിൽ കാവി പതാക പിടിക്കുന്നത് RSSകാരാണെന്നിരിക്കെ RSSകാർ പിടിക്കുന്ന കാവി പതാക ഏന്തിയ ഭാരതമാതാവിനെ രാജ്ഭവനിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കുമ്പിട്ടോ പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ വേറെ ആള് നോക്കണമെന്നാണ് കേരളത്തിൻ്റെ ഒരു മന്ത്രി പുങ്കൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിരുദ്ധമായിട്ടുള്ള, ദേശവിരുദ്ധമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ നാടിൻ്റെ പതാക നിർണയ കമ്മിറ്റി പോലും ആദ്യമായിട്ട് വിഭാവന ചെയ്തത് കാവി നിറത്തിലുള്ള പതാകയാണെന്നിരിക്കെ ഈ നാടിൻ്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കാവി എന്നിരിക്കെ ആ കാവി പതാക ഭാരതമാതാവിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആ പരിപാടിയിൽ നിന്ന് ഈ ചിത്രം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മന്ത്രിക്ക് എത്ര വിവരമുണ്ട് എന്ന് ഇവിടുത്തെ സാധാരണ വോട്ടർമാരായിട്ടുള്ള പൗരന്മാർ ചിന്തിച്ചാൽ ആർക്കാണ് തെറ്റു പറയാൻ സാധിക്കുക? പിന്നെ ഭാരതമാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ദണ്ടിൻ്റെ ഒരറ്റത്ത് ബന്ധിച്ചിരിക്കുന്ന ഭഗവ പതാക, അത് ഓറഞ്ച് നിറത്തിലുള്ള, കാവി നിറത്തിലുള്ള പതാക, അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഭാരതമാതാവിൻ്റെ ശരീരത്തിൻ്റെ രൂപമെടുത്ത് നാം ഒന്നൊന്നായിട്ട് പരിശോധിച്ച് വിലയിരുത്തുമ്പോൾ ആ കിരീടം ഹിമാലയത്തിൻ്റെ തലയുയർത്തി നിൽക്കുന്ന, മുഴുവൻ ലോകങ്ങളുടെ ഇടയിലും തലയുയർത്തി നിൽക്കുന്ന ഹിമാലയത്തെ ഭാരതമാതാവിൻ്റെ കിരീടമായി ചിത്രീകരിച്ച് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളും ഭാരതമാതാവിൻ്റെ ശരീരത്തിനോട് രൂപ സാദൃശ്യം വരത്തക്ക രീതിയിൽ വരച്ചിരിക്കുന്ന ആ ചിത്രത്തിൽ ഭാരതമാതാവ് ഭാരതത്തോളം ഉയരത്തിലുള്ള ആ ഒരു ദണ്ട് കയ്യിലേന്തിയിരിക്കുകയും ആ ദണ്ടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പറന്നുപാറുന്ന ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ആ ഉദിച്ചു വരുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ്റെ നിറത്തോടു കൂടിയിട്ടുള്ള, അരുണവർണ്ണ നിറത്തോടു കൂടിയിട്ടുള്ള ഭഗവ പതാക ആ ദണ്ടിൽ ബന്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഭൂപ്രദേശം മുഴുവൻ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനത ജീവിക്കുന്നു എന്നുള്ള സങ്കല്പം കൂടിയാണ് ആ ഭാരതമാതാവിൻ്റെ ചിത്രത്തിലൂടെ, ഈ കാവി പതാക പിടിച്ച ചിത്രത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ നാടിൻ്റെ തനതു സംസ്കാരം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഭാരതമാതാവിൻ്റെ രൂപവും അഖണ്ഡ ഭാരതവും തമ്മിലുള്ള സാദൃശ്യം എന്താണ്, അല്ലെങ്കിൽ ഈ രൂപങ്ങൾ തമ്മിലുള്ള ആ ചേർച്ച എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊന്നും തിരിച്ചറിഞ്ഞാൽ തന്നെ ഇതൊരു രാഷ്ട്രമാണ് എന്ന് അംഗീകരിക്കുവാൻ ഇക്കൂട്ടർ തയ്യാറാകുമോ? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ രാഷ്ട്രത്തെ എത്രയൊക്കെ കഷ്ണങ്ങളാക്കി മുറിക്കാൻ സാധിക്കുമോ അത്രയെല്ലാം കഷ്ണങ്ങളായിട്ട് ഇതിനെ വിഭജിച്ച് ചെറിയ ചെറിയ രാജ്യങ്ങളാക്കണമെന്നാവശ്യപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രക്കാർക്ക് ഈ നാടിൻ്റെ സംസ്കാരത്തോട് എന്തു പ്രതിബദ്ധതയാണുള്ളത്?
അതുകൊണ്ടാണ് രാജ്ഭവനിൽ നിന്ന് ഈ ചിത്രത്തെ നീക്കം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത്. ഈ കാവി പതാക ഏന്തിയ, അതായത് നമ്മുടെ ധർമ്മത്തിന്റെ പ്രതീകം, സനാതനധർമ്മത്തിന്റെ, ഈ നാടിന്റെ സംസ്കാരമായിട്ടുള്ള, തനതു സംസ്കാരമായിട്ടുള്ള ഈ ധർമ്മത്തിന്റെ പ്രതീകം, അതിൻ്റെ മുന്നിൽ വണങ്ങി പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ വേറെ ആള് നോക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും ഇത്രയും വിവരദോഷിയായിട്ടുള്ള, ധർമ്മവിരുദ്ധനായിട്ടുള്ള, സമാജവിരുദ്ധനായിട്ടുള്ള, രാഷ്ട്രവിരുദ്ധനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മന്ത്രിയാക്കിയതിൻ്റെ പ്രായച്ചിത്തം തീർച്ചയായിട്ടും കേരള ജനത ചെയ്യേണ്ടി തന്നെ വരും. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിന് പുറമേ ഒരു ഭാരത ചരിത്രം, ഭാരതത്തിന് സ്വന്തമായിട്ടുള്ള ആ സാംസ്കാരിക തനിമയിൽ ജീവിച്ചിരുന്ന ഒട്ടേറെ വീരപുത്രന്മാര്, ഒട്ടേറെ ഭാരതമാതാവിൻ്റെ യശസ്സിന് വേണ്ടിയിട്ട്, അഭിമാനത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ച വീരപുരുഷന്മാര് ജീവിച്ചു മരിച്ച നാടാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 47-ൽ നടന്ന രാഷ്ട്രവിഭജനത്തിന് ശേഷമുള്ള ചരിത്രം മാത്രം പഠിച്ചിട്ട് ത്രിവർണ പതാകയില്ലാത്ത ഭാരതമാതാവിനെ നമിക്കില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരനോടും കോൺഗ്രസ് രാഷ്ട്രീയക്കാരനോടും പോയി ചരിത്രം പഠിച്ചിട്ട് വാ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ ഈ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ഉദാഹരിക്കുവാൻ വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ, ഇത്തരത്തിലുള്ള വിവരദോഷികളായിട്ടുള്ള, രാഷ്ട്രവിരുദ്ധന്മാരായിട്ടുള്ള, ദേശസ്നേഹം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഈ ഉദാഹരണങ്ങളൊന്നും നിരത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിവുള്ള വസ്തുത തന്നെയാണ്. നമ്മുടെ ധീരന്മാരായിട്ടുള്ള ജവാന്മാര് സൈനിക നീക്കങ്ങൾ നടക്കുന്ന സമയത്ത്, സൈനിക പരിശീലനങ്ങൾ നടക്കുന്ന സമയത്ത് ജയ് ഭവാനി, ജയ് ശിവാജി എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ജയ് ഭവാനി, ജയ് ശിവാജി എന്ന് വിളിക്കുന്നത് കൊണ്ട് അത് RSSന്റെ ശാഖയിലും ജയ് ഭവാനി, ജയ് ശിവാജി, വീര ശിവാജിക്ക് ജയ് എന്നൊക്കെ ഉള്ള ആ ഉദ്ഘോഷ മന്ത്രം മുഴക്കുന്നത് കൊണ്ട് സൈന്യം RSS വൽക്കരിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുമോ ഭാരത സൈന്യം? മാത്രമല്ല, ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് നാം ക്ഷേത്ര ഉത്സവങ്ങൾ നടത്തുന്ന സമയത്ത്, വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത്, ഇപ്പോൾ കേരളത്തിൽ ക്ഷേത്ര ഉത്സവങ്ങളിൽ കാവി പതാക ഉയർത്തിയാൽ അത് തടയുമെന്ന തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇപ്പൊ പ്രയാഗ്രാജിൽ നടന്ന കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാകുംഭമേള, ആ മഹാകുംഭമേളയിൽ ഇത്തരത്തിലുള്ള വർണ്ണം കൊണ്ട്, ഉദയസൂര്യന്റെ നിറമായിട്ടുള്ള ഈ കാവി വർണ്ണം കൊണ്ട് അലങ്കരിക്കാത്ത എന്തു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്? അങ്ങനെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ഇത്തരത്തിൽ കാവി നിറം കൊണ്ട് അലങ്കരിച്ചത് കൊണ്ട് അത് RSSന്റെ പരിപാടിയാണ്, RSS നടത്തിയതാണ് ഈ മഹാകുംഭമേള എന്ന് പറയാൻ സാധിക്കും. എന്തിനേറെ, ഉദയസൂര്യന്റെ നിറമാണ് ഈ ഭഗവദ്ധ്വജത്തിന്റെ നിറം. സൂര്യൻ ഉദിക്കുന്നത് ഈ കാവി നിറമായതുകൊണ്ട് ഈ സൂര്യ ഭഗവാൻ എന്ന് പറയുന്നത് RSSന്റെ സൃഷ്ടിയാണ്. നാഗപ്പൂരിൽ നിന്ന് കളറ് തേച്ച് ചായം പിടിപ്പിച്ച് വിട്ടിരിക്കുന്ന സൂര്യനാണ് ഈ ഉദിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ സൂര്യന്റെ പ്രകാശത്തെ പ്രകാശമായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാലും അതിൽ നമുക്ക് അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സത്യങ്ങളെക്കുറിച്ച് അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമൊക്കെ പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നാളിതുവരെ പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉപ്പുവച്ച കലം പോലെ നിങ്ങൾ അധപ്പതിച്ച് നാട്ടിൽ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അനുദിനം നിങ്ങൾ മാത്രമാണ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഗ്രാഫ് പരിശോധിച്ചാൽ ഏതൊരു കൊച്ചുകുട്ടിയും വിളിച്ചു പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭാരതമാതാവിന്റെ ചിത്രം നീക്കം ചെയ്യുവാൻ നിർദ്ദേശിച്ചതുമായിട്ട്, കേരളത്തിന്റെ ഒരു മന്ത്രി പുങ്കൻ നിർദ്ദേശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്
അതിന് വിശദീകരണം നൽകി കേരളത്തിന്റെ ഗവർണർ. ഒരുപക്ഷെ ചിത്രം മാറ്റിക്കളയുവാൻ വേണ്ടിയിട്ട്, നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രി വിചാരിച്ചാൽ സാധിക്കുമായിരിക്കും. പക്ഷേ ഭാരതത്തിന്റെ കോടാനുകോടി ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഭാരതമാതാവിന്റെ ആ മാതൃസങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പത്തെ നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കും സാധിക്കില്ല. മാതൃസങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ജനതയാണ് ഭാരതത്തിന്റെ ജനത. ദേവിയായിട്ട് സ്ത്രീകളെ പൂജിക്കുന്ന, ആരാധിക്കുന്ന, പാരമ്പര്യം പേറുന്ന ജനതയാണ് നമ്മുടെ ജനത. ഈ ഭാരതത്തിന്റെ യഥാർത്ഥ പ്രാണവായു അല്ലെങ്കിൽ യഥാർത്ഥ സത്വം എന്താണ് എന്ന് നാളിതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒരുപക്ഷെ സംഘപരിവാറിൻ്റെതെന്ന് ആരോപിച്ചുകൊണ്ട് ഇവർ വർജിക്കുവാൻ വേണ്ടിയിട്ട്, ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നതൊക്കെ സംഘപരിവാർ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കി സ്വന്തമാക്കിയത് കൊണ്ടാവാം ഒരുപക്ഷെ ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെയും എല്ലാ പ്രദേശങ്ങളുടെയും ഒക്കെ തന്നെ ഭരണം കൈക്കലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ പ്രത്യയശാസ്ത്രത്തിന് വളരാൻ സാധിച്ചത്, മാറാൻ സാധിച്ചത്. ഇന്ന് ഒന്നൊന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ ഒട്ടുമുക്കാൽ ഭാഗം എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരാരാണ്, ഗവർണർമാരാരാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ്, പ്രസിഡന്റ് ആരാണ്, ആഭ്യന്തരമന്ത്രി ആരാണ്. അങ്ങനെ ഒട്ടുമുക്കാൽ ഭാഗം എല്ലാ മേഖലകളിലും RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നാടിന്റെ ദേശീയതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ആ സംഘടന നടത്തിയ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കത്തിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിൽ ജനത അകമഴിഞ്ഞ പിന്തുണ നൽകി ആ സംഘടനയെ പിന്തുണച്ചത് എന്ന് ആർക്കാണ് അറിയാൻ സാധിക്കാത്തത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുമണ്ടന്മാർക്ക് മാത്രം നാളിതുവരെ ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ദേശീയതയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇക്കൂട്ടർ നിൽക്കുന്നത്. ഇപ്പോൾ MA ബേബി അവസാനം CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു പുതിയ കണ്ടെത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിനെതിരായിട്ടുള്ള എല്ലാ തീവ്രവാദ ആക്രമണങ്ങളുടെയും പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് കണ്ടെത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് പറയുന്നത്. അതായത് ഭീകരവാദ ആക്രമണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, കാശ്മീരിൽ പഹൽഗാം ആക്രമണം നടന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല എന്ന് പറയുമ്പോൾ അത് MA ബേബി ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഈ ഭീകരവാദം അങ്ങനെ ജിഹാദി ഭീകരത്വം മാത്രമായിട്ട് പതിച്ചു കൊടുക്കാൻ സാധിക്കില്ല, ഇത് ഞങ്ങൾ കൂടി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നുവെങ്കിലും ഇതിൽ ഞങ്ങൾ കൂടി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം തന്നെയാണ് ഈ ഭീകരവാദം. ജിഹാദി ഭീകരത മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നറിയില്ല. പക്ഷെ ഏതായാലും ഈ രാജ്യത്തിനെതിരായിട്ട് എപ്പോഴെല്ലാം സംസാരിക്കാനുള്ള അവസരം വീണു കിട്ടുന്നുവോ അപ്പോഴെല്ലാം അത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഏതൊരു ദേശസ്നേഹിക്കും തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ നാടിൻ്റെ ദേശീയതയ്ക്കെതിരായിട്ട്, ഈ നാടിൻ്റെ പാരമ്പര്യത്തിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളുമായിട്ട് വരുന്ന ദേശവിരുദ്ധരെ തടയേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നാടിൻ്റെ മാതൃസങ്കല്പത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്, സ്ത്രീയെ ദേവിയായിട്ട് ആരാധിക്കുന്ന സങ്കല്പത്തിനെതിരായിട്ട്, സനാതന മൂല്യങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഇന്നും ഇന്നലെയുമല്ല ഈ പ്രത്യയശാസ്ത്രം പ്രവർത്തനം ആരംഭിച്ച നാള് മുതൽ ഈ നാട്ടിൽ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമങ്ങളെല്ലാം വിഫലമായി എങ്കിലും ഇന്നും ആ പരിശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പൂർവസൂരികളായിട്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞു വെച്ച ഈ നാട്ടിൽ ഈ ഭാരതമാതാവിനെ മാതാവായിട്ട്, നമ്മെ പ്രസവിച്ച ഭൂമാതാവായിട്ട് മാതൃവാത്സല്യത്തോടു കൂടിയിട്ട് നമ്മുടെ പൗരാണികർ കാണുകയും ഭാരതമാതാവെന്ന് പറഞ്ഞ് പൂജിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ചിത്രരചന നടന്നിരുന്നത്.
1905 ഭാരതമാതാവിൻ്റെ ചിത്രം രൂപകൽപ്പന ചെയ്ത് വരയ്ക്കുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ട് പോലുമില്ല എന്നുള്ള ചരിത്രം പോലും മനസ്സിലാക്കാതെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ ഇന്ന് വായ്ത്താരി പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ദേശീയതയുമായിട്ട് നമ്മുടെ രാഷ്ട്രവുമായിട്ട് കുലബന്ധമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളെ ഇരിക്കപ്പിണ്ണം വെച്ച് പുറത്താക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ കടമ അത് ഈ പ്രത്യയശാസ്ത്രങ്ങളെ അറബിക്കടലിൽ വലിച്ചെറിയാനാണെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് നാം ഇനിയും ഒട്ടും അമാന്തിക്കാൻ പാടില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നതിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.